എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഹീലിങ്ങിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് വീഡിയോസിൽ ഞാൻ അധികം പറയാറില്ല. എനിക്കതിനെപ്പറ്റി കൂടുതൽ അനുഭവങ്ങൾ പറയാനായിട്ട് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പറയുന്നതാണ്. കാരണം പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തുള്ള ആൾക്കാരാണ്, വെളിയിലുള്ള ആൾക്കാരായിരുന്നു. പുറത്ത് ഭാര്യയും ഭർത്താവും കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവർ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിന് വെളിയിലായിരുന്നു. ബിസിനസ് എല്ലാം ചെയ്തു, കുറേ പൈസയെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇവരുടെ ഒരു സഹോദരനുണ്ട്. ഈ സഹോദരൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഇവരെന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ മേടിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, എൻ്റെ പേരിൽ മേടിച്ചോ, നിങ്ങൾക്ക് പിള്ളേരൊന്നുമില്ലല്ലോ, അപ്പോൾ എൻ്റെ പേരിൽ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പാവങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങി. പ്രോപ്പർട്ടി മുഴുവൻ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്ത് വയസ്സായപ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചവർ വന്നു. അപ്പോൾ അതുവരെ ഉണ്ടാക്കിയ ആ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ആയിട്ട്, ഭൂമിയൊക്കെ ആയിട്ട് നാട്ടിൽ കിടക്കുകയാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീടൊരെണ്ണം നാട്ടിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്ലോട്ട്, ചെറിയൊരു പ്ലോട്ടുമുണ്ട്. പക്ഷേ ഇവർക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ വരുമാനമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊരു ഷോപ്പൊക്കെ തുടങ്ങി അങ്ങനെ നാട്ടിൽ ചെറിയ തോതിൽ ജീവിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇവർക്ക് പൈസയ്ക്ക് കുറേ ആവശ്യങ്ങൾ, കടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കയറി. അപ്പോൾ ഈ ബ്രദറിനോട് ചോദിച്ചു, നമ്മളുടെ ഈ പ്രോപ്പർട്ടി, ഈ ലാൻഡ് ഒന്ന് സെല്ല് ചെയ്യണം എന്ന് പറയുമ്പോൾ ബ്രദർ പറഞ്ഞ് പറ്റൂല എന്ന് പറയും. അപ്പോൾ ഞാനിത് ഈ ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളിൽ പലർക്കും സംഭവിക്കുന്ന ചില മണ്ടത്തരങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയണത്. കാരണം നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കുന്ന നമ്മളുടെ തന്നെ ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, ചിലപ്പോൾ സഹോദരന്മാരായിരിക്കും, സഹോദരികളായിരിക്കാം. അപ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ നിങ്ങളുടെ പേരിൽ തന്നെ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം പേരിൽ വാങ്ങാനോ ശ്രമിക്കുക. ഇപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഭാര്യയുടെ പേരിൽ മേടിക്കുന്നു, ഭർത്താവിൻ്റെ പൈസ ഭാര്യയുടെ പേരിൽ മേടിക്കുന്നതായിരിക്കും. അവിടെയും പ്രശ്നമുണ്ട്. കാരണം 25, 30, 40 കൊല്ലമായ ആളുകൾ ഡിവോഴ്സായി പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ പൈസ, പുരുഷൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ സ്ത്രീയുടെ പേരിൽ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലാസ്റ്റ് സമയങ്ങളിലാകുമ്പോൾ ഈ പുരുഷൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ കണ്ടെന്ന് പല ആൾക്കാർ. ഇപ്പോൾ ഡിവോഴ്സായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ 5 രൂപ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇനി ചില പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് ജോലി ചെയ്യണ പൈസയിൽ ഒരു ഭാഗം ഭാര്യയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ്. എന്നാലും ഞാൻ ജനറലായിട്ട് പറയുന്നതാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ചെയ്യുന്നത് കുഴപ്പമായിട്ടല്ല പറയുന്നത്, റിയാലിറ്റിയെ പറ്റി പറയുന്നതാണ്. എൻ്റെ അടുത്തിങ്ങനെ അനുഭവം വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ഹീൽ ചെയ്യാൻ വന്നു വെച്ചാൽ ഇവരുടെ ഭൂമി വിറ്റ് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭൂമിയായിരുന്നു. അത് നമ്മളൊരു ഹീലിംഗ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഹൗസ് ഹീലിംഗ് ചെയ്തു. ആ വീട്ടിലുള്ളതായിട്ടുള്ള കുറച്ച് എനർജീസിനെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. ഒരു 2 ആഴ്ചക്കുള്ളിൽ ആ പ്രോപ്പർട്ടി കച്ചവടമായി. അപ്പോൾ ദൈവാധീനമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ദൈവയുടെ അനുഗ്രഹം അവർക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. എന്നുവെച്ചാൽ എല്ലാ ആളുകളുടെയും ഭൂമി ഇതുപോലെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ വിറ്റ് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരത്രയും സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ദൈവയുടെ അനുഗ്രഹം പെട്ടെന്ന് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ത്രീ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ പ്രോപ്പർട്ടി സെല്ലായി, 10,000 രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ 15 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ, വളരെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സാറ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 1-2 മെസ്സേജുകൾ അയക്കണ്ടായി. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സന്തോഷവും പിന്നെ വേറെ എന്തൊക്കെയോ വികാരങ്ങൾ എനിക്ക് പറയാനുള്ള, നമ്മളിലൂടെ സംഭവിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു സന്തോഷം, ആനന്ദം. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ പലരും ഇതേപോലെ തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ ഇതുപോലുള്ള ഫിനാൻഷ്യൽ സംഭവങ്ങൾ ചെയ്തിട്ട് അവസാന കാലങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉള്ളവർ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാലം വളരെ മോശമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികളായാലും ശരി,
അപ്പോൾ ആരായാലും ശരി, എപ്പോൾ വേണമെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വരാം. ഇപ്പോൾ ഉള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം. അതേപോലെ തന്നെ ഇപ്പോൾ സ്നേഹമില്ലെങ്കിൽ ഭാവിയിൽ സ്നേഹം ഉണ്ടായി വരാം. അതെല്ലാം ഓരോ സാഹചര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്, ഓരോ ടൈമിൽ വരുന്ന വിഷയങ്ങളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ ആകും എന്നുള്ളത്. വഴക്കിട്ട് നടന്ന ചില ആൾക്കാരൊക്കെ ഒന്നിക്കുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ ഒന്നിച്ച് ഒരേ എന്താണ് നമ്മൾ പറയില്ലേ, നമ്മൾ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ശത്രുക്കളായിട്ട് മാറിയത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പാഠമായിരിക്കണം. നമ്മൾ പൊതുവേ മലയാളികൾ പൊതുവേ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യമുണ്ട്. മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്നാണ് മലയാളികൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഏത് മേഖലകളിലാണെങ്കിലും മലയാളികൾ എവിടെ ഉണ്ടാവും. എവിടെയെങ്കിലും ലോകത്തൊരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും അതിൽ മലയാളി ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ അർത്ഥത്തിൽ പറയണമല്ല, എല്ലായിടത്തും മലയാളികളുടെ ഒരു കയ്യൊപ്പുണ്ടാവും. പക്ഷെ ഇത്രയൊക്കെ വിവരമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ മലയാളികൾ ഇപ്പോഴും മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ പോലെ പൊട്ടിപ്പൊളിഞ്ഞ സമയങ്ങളിൽ അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കാശ് കളഞ്ഞ ആൾക്കാർ കുറേ പേരുണ്ട് നമ്മുടെ ഇടയിൽ. അത് കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പുതിയ സ്ഥാപനം വരും, വീണ്ടും പോയി അത് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല, നമ്മൾ അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. നമുക്കിവിടെ കുറച്ച് കാശ് ലാഭം കൂടുതൽ കിട്ടുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയി ചേരുന്നത്. പക്ഷേ ആ സ്ഥാപനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാം എന്നുള്ള ഒരു സംഗതി നമ്മുടെ ഉള്ളിൽ അന്നേരം തോന്നില്ല. എന്നാൽ നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, അതേപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും പൈസ ഇടില്ല. ഇതുപോലുള്ള അമിതമായ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. അപ്പോൾ മലയാളികളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും കുറ്റമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. അതായത് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അതേപോലെ ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വയസ്സുകാലത്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഞാൻ ആരെയും കുറ്റമായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ പറയുന്നില്ല. ഇത് അനുഭവം കിട്ടിയപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.